ചെയ്യില്ല. ബിക്കോസ് എനിക്ക് ഞാനാണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് പ്രയോറിറ്റി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാഡ് ടേലേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ തിങ്സ് ഐ ആം ലേണിംഗ് ഇൻ മൈ 24. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഐ എം ഇൻ മൈ 24. അപ്പോൾ ഞാൻ ഈ 24 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ എന്തൊക്കെ ലേൺ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ലേൺ ചെയ്തു എന്ന് മൊത്തം പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. വാലിഡ് ആണെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് ചെയ്യരുത് എന്ന് എൻ്റെ മൈൻഡ് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ക്യാൻ റിലേറ്റ് ദിസ്, ബിക്കോസ് അത്രയ്ക്ക് അടിപൊളി കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ് ഈസ് സെയിങ് നോ. അപ്പം ഇത് ഭയങ്കര ഒരു കാര്യത്തോട് നമ്മൾ നോ പറയാന്ന് പറയുന്നത്, ഓ മൈ ഗോഡ്, മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് അവർക്ക് ഞാനിത് നോ പറയുന്ന കേൾക്കുമ്പോൾ വിഷമാവുമല്ലോ എന്നൊക്കെ തിങ്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഗൈസ്. യാ, ബൈ ദ വേ, ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം ഞാൻ തിങ്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇനി എനിക്കത് ഓക്കെ അല്ല, പക്ഷെ അവർ അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും, ഞാനത് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് ഞാനാണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ്സാണ് എനിക്ക് പ്രയോറിറ്റി. ഗൈസ്, നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് പൊസിഷൻ മാറിയിട്ടുണ്ട്. നേരത്തെ റൂമിലായിരുന്നു, ഇപ്പം ഞാൻ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി അകത്ത് വന്നതാണ്. അപ്പോൾ ബൈ ദ വേ നമ്മൾ പറഞ്ഞു നിർത്തിയത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന് റിയലൈസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാണ് റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ആണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അങ്ങനെ ആയിരുന്നു എന്നല്ല, ബട്ട് അങ്ങനെയാണ്. അതായത് മുമ്പ് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഇത് നീ ചെയ്യൂ, എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെന്താ ഞാൻ ചെയ്യാമെന്ന് പറയും. ബിക്കോസ് അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയും ഓക്കെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് അത് ചെയ്തു കൊടുക്കും. അപ്പോൾ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവർ ആ സെയിം സാധനം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ചോദിക്കും, ഇത് ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെന്താ ഞാൻ ചെയ്യാമല്ലോ, ബട്ട് എൻ്റെ കാര്യം അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അറിയാമെന്നുള്ള കാര്യമാണെങ്കിലും ഓക്കെ ശരി ചെയ്യാം. അവരിനിപ്പോൾ അവർക്ക് വല്ലതും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറയും. അങ്ങനെ അത് ചെയ്തു കൊടുക്കും. അങ്ങനെ പിന്നീട് ആകുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ പേഴ്സൺ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഒരാളുടെ അടുത്തുനിന്ന് മാത്രമൊന്നല്ല ഞാൻ പറയുന്നത്, ആരായാലും നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് അവരോട് പറഞ്ഞാൽ അത് ചെയ്തു തരും, അവർ എളുപ്പത്തിന് അങ്ങ് ചെയ്തു തരുമല്ലോ, അപ്പോൾ അത് നമുക്കങ്ങ് എടുക്കാം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു തോട്ട് അവിടെ വരും. അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും മിക്കുള്ളവരും അങ്ങനെ വന്ന് പറയുന്നു. എനിക്കാണെങ്കിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് നോ പറയാന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു. ഒരാളെന്തെങ്കിലും വന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാ നോ പറയുക, ഈ ഒരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ വളർന്ന് വന്നപ്പോൾ ഒരു 22, 23, 24 ഈ ഒരു 3 വർഷം കൊണ്ടാണ് ഞാൻ പഠിച്ചത് ഗൈസ്. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരാവശ്യം വരുമ്പോഴത്തേക്കും ആരുണ്ടാവില്ല. സോ ആ നോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു ഫൈനലി. ഇപ്പോഴും കംപ്ലീറ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം എന്താ പറയുക, ഒരാൾ ഹെൽപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ ഈവൻ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇതെനിക്ക് കൂടി ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അത് മനസ്സിലാക്കാം, നമ്മളെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. റിട്ടേണിങ് നമുക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടുകയാണ്, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നായിരുന്നാലും നമുക്ക് ഹെൽപ്പ് ഉണ്ട്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഹെൽപ്പ് വൺ സൈഡ് മാത്രമേ ഉള്ളൂ, നമ്മളടുത്ത് മാത്രം നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാവരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതേപോലെ എന്താ പറയുക, ഇതുപോലെ ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമ്മൾ അങ്ങനെ തെറ്റുകളായിരുന്നാലും നമ്മുടെ റോങ് തിങ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കും. സോ ഗൈസ്, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ഓക്കെ, ജെനുവിൻ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോ പറയുക, അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്തിരിക്കും. ഇതൊരു എവിടെ വേണോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.